സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാതിരുന്ന സുഹൃത്തിന് വീട് നിർമ്മിച്ചു നൽകി സഹപാഠികളുടെ കരുതൽ. പാലക്കാട് വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിക്ക് വേണ്ടിയാണ് NSS വോളണ്ടിയർമാർ കൈകോർത്ത് വീട് നിർമ്മിച്ചു നൽകിയത്. വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി അഞ്ജിതയ്ക്ക് സ്വന്തമായി ഒരു വീടില്ലെന്ന കാര്യം അറിഞ്ഞ നിമിഷം മുതൽ സഹപാഠികൾ നടത്തിയ ശ്രമമാണ് ഈ സ്നേഹവീട്. സ്കൂളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ് ഇതിനായി മുന്നിട്ടിറങ്ങിയത്. മലപ്പുറം സ്വദേശിയായ ദാസ്ബാബു സ്നേഹഭവനം നിർമ്മിക്കാനായി മനിശ്ശേരി തെക്കുമുറിയിൽ സ്ഥലം നൽകി. ഈ സ്ഥലത്ത് ഒരു വർഷക്കാലം കൊണ്ടാണ് വീട് നിർമ്മിച്ചത്. സ്ക്രാപ്പ് ചാലഞ്ചും കൂപ്പൺ പിരിവുമായി കുട്ടികൾ കർമ്മനിരതരായപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കാളികളായി. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇതിന്റെ സ്ഥലം കണ്ടെത്തിയതും പിന്നീട് തറക്കല്ലിട്ടതിന് ശേഷം ശ്രീ ദാസ്ബാബു എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ അധികം കാശൊന്നും ഇല്ലായിരുന്നില്ല. എന്നാലും ചെറിയ തുകയ്ക്ക് നമുക്കത് തന്നു. അതുകൊണ്ട് ഇത് പ്രാവർത്തികമാക്കാൻ പറ്റി. ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ക്ലാസ്സിലെ NSS വോളണ്ടിയേഴ്സ് അല്ലാത്ത കുറെ പേര് ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ സീനിയേഴ്സ് ആണെങ്കിൽ ടീച്ചർമാരും സാറുമാരും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നു. ഞങ്ങളുടെ കൂടെയുള്ള സാറുമാരും ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളിത് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞ ടൈമിലൊന്നും ഇത് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. 8.5 ലക്ഷം രൂപ ചെലവിലാണ് 500 ചതുരശ്ര അടി വിസ്തീർണമുള്ള സുന്ദരഭവനം കെട്ടിപ്പൊക്കിയത്. സ്വപ്നം യാഥാർത്ഥ്യമായി. അഞ്ജിതയുടെ മനസ്സ് നിറഞ്ഞു. വീട് വെച്ചിരുന്ന സ്കൂളിലെ NSS പിള്ളേർക്കും അതേപോലെ ടീച്ചേഴ്സിനും PT അംഗങ്ങൾക്കും പിന്നെ NSSന്റെ ഭാരവാഹികൾക്കും കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ചെറുപ്പത്തിലെ രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട ഇവർ അമ്മാവന്റെ സംരക്ഷണയിലാണ് വളർന്നത്. നാട്ടുകാരുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി അഞ്ജിതയ്ക്ക് വീടിന്റെ താക്കോൽ കൈമാറി. ന്യൂസ് മലയാളം, പാലക്കാട്.